ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP AAC പേപ്പറായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 1 ആണ് നോക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 യൂണിറ്റ് 3 കുറച്ച് ഭാഗം ഓൾറെഡി നോക്കിയായിരുന്നു. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മുതൽ തുടങ്ങുന്ന ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. സോ ആദ്യം എന്താണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദാറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആസ് ദ നോം ഫോർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഒഫീഷ്യൽ പർപ്പസസ്. പല രീതിയിലുള്ള ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കളിയാക്കി പറയുമ്പോൾ തംഗ്ലീഷ്, ഹിംഗ്ലീഷ് എന്നൊക്കെ പറയും പോലെ പല രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിന് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇതാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓഫീസ് പർപ്പസസിനോ അല്ലെങ്കിൽ ഫോർമൽ പർപ്പസസിന് ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് ഇതാണ് എന്ന് പറയുന്ന ഇംഗ്ലീഷാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിനെയാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് എഡ്യൂക്കേറ്റഡ് യൂസേജ് ആൻഡ് ടിപ്പിക്കലി ഫോളോസ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഓഫ് ഗ്രാമർ, സിൻടാക്സ്, വൊക്കാബുലറി ആൻഡ് സ്പെല്ലിംഗ്. ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഗ്രാമർ റൂൾസ് ആയിട്ടുള്ള സിൻടാക്സ് യൂസ് ചെയ്ത്, വൊക്കാബുലറി നല്ല വേർഡ്സ് യൂസ് ചെയ്ത്, കൃത്യമായിട്ടുള്ള സ്പെല്ലിങ്ങും വെച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നതിനാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പ്രെസ്ക്രിപ്റ്റീവ് ഗ്രാമർ, അതിന് കൃത്യമായിട്ടുള്ള ഗ്രാമർ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന് കൃത്യമായിട്ടുള്ളൊരു ഗ്രാമർ ഉണ്ടാവും. ഈ സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻറ്റ്, പ്രോപ്പർ ടെൻസ്, യൂസേജ് എന്നൊക്കെ പറയുന്നത്. സോ ഇപ്പം ഞാൻ നാളെ നിന്നെ കാണാൻ വരും എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഒരു പ്രോപ്പർ യൂസേജ് പോലെയാണ്. അതുപോലെ ഇംഗ്ലീഷിൽ ഐ വിൽ മീറ്റ് യു ടുമോറോ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും പോയി ഐ വിൽ മീറ്റ് യു യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിന്നെ ഇന്നലെ കാണാമേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ആ ഒരു രീതിയിൽ കൃത്യമായിട്ടുള്ള ഗ്രാമർ യൂസേജ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ഫോർമൽ വൊക്കാബുലറി ടെൻസ് ടു യൂസ് എ മോർ ഫോർമൽ ആൻഡ് വൈഡ്ലി അണ്ടർസ്റ്റുഡ് വൊക്കാബുലറി, അവോയ്ഡിങ് സ്ലാങ് ഓർ ഹൈലി ലോക്കലൈസ്ഡ് ജാർഗൺ. നമ്മൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചില വേർഡ്സ് പുതിയതായിട്ട് യൂസ് ചെയ്ത് നമ്മളൊരു പ്രത്യേക മീനിങ് കൊടുത്ത് വയ്ക്കുന്ന വേർഡ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ ഫോർമലായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ചെയ്യുക. ദെൻ ക്ലിയർ പ്രൊനൗൺസിയേഷൻ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓരോ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള യൂസേജാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനകത്ത് വരുന്നത്. സോ ഒരു ക്ലിയർ പ്രൊനൗൺസിയേഷൻ അവിടെയുണ്ട്. ദെൻ ഇറ്റ് ഈസ് വൈഡ്ലി അണ്ടർസ്റ്റുഡ്, എല്ലാ ആൾക്കാർക്കും ഏത് റീജിയനിൽ പൊക്കഴിഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. ദെൻ യൂസ് ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ എഴുത്തിലാവട്ടെ, അക്കാഡമിക് റൈറ്റിംഗ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രിൻറ്റിങ്ങിലാവട്ടെ, പിന്നെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാവട്ടെ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഫോമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഈസ് മോർ of a socio-linguistic construct than a rigid, immutable set of rules. It evolves over time and can have minor regional variations. So, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ RP അഥവാ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയും. ഞാനിത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. RP റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. സോ എക്സ്പാൻഡ് RP എന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഒരു യൂസേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിൽ തന്നെ മൈനർ റീജിയണൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അങ്ങനെ മാറി പറയാറുണ്ട്. ബ്രിട്ടനിലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് പല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയുണ്ട്. ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഹാസ് ഡൈവേഴ്സിഫൈഡ് ഇൻ ടു ന്യൂമറസ് വെറൈറ്റീസ്, each with its own unique characteristics in terms of pronunciation, vocabulary, grammar, and sometimes even spelling. These varieties are often influenced by the native languages and cultures of the regions where English is spoken. So ഇംഗ്ലീഷ് പല സ്ഥലത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരും, ഓരോ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഒരു വെറൈറ്റി നോക്കാൻ പോകുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ്. സോ അമേരിക്കൻ ഇംഗ്ലീഷ് എവിടെയായിരിക്കും യൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് അത് അമേരിക്കക്കാർ പറയുന്ന ഇംഗ്ലീഷ് ആയിരിക്കും. അതിൽ സ്പെല്ലിങ് ചില സമയത്ത് മാറി വരാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അഥവാ ബ്രിട്ടനിൽ പറയുന്ന ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യസ്തമാണ് അമേരിക്കയിലെ ഇംഗ്ലീഷ്. ഉദാഹരണത്തിന് കളറിൻ്റെ സ്പെല്ലിങ് തന്നെ COLOR എന്നും എഴുതാറുണ്ട്, COLOUR എന്നും പറയാറുണ്ട്. അമേരിക്കയിൽ യു വേണ്ട, അമേരിക്കൻ ഇംഗ്ലീഷിൽ യു വേണ്ട, പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്കും യു വരാറുണ്ട്. ദെൻ സെൻറ്ററിൻ്റെ സ്പെല്ലിങ്
അമേരിക്കൻ ഇംഗ്ലീഷിൽ CENTER എന്നായിരിക്കും. പക്ഷേ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും CENTRE എന്നായിരിക്കും. ദെൻ അനലൈസിൻ്റെയും സ്പെല്ലിംഗ് വ്യത്യാസം വരുന്നുണ്ട്. ദെൻ വൊക്കാബുലറി, ചില വേർഡ്സിൻ്റെ യൂസേജ്. ഇപ്പോൾ എലിവേറ്റർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മുടെ ലിഫ്റ്റിനെ പറയുക, എന്നാൽ ബ്രിട്ടൻ ഇംഗ്ലീഷിൽ ലിഫ്റ്റ് എന്നായിരിക്കും പറയുക. ട്രക്ക്, ലോറി എന്ന് പറയുന്ന വേർഡ്സ്, ഇത് അമേരിക്കൻ ഇംഗ്ലീഷിൽ ട്രക്ക് എന്ന് പറയും, പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ലോറി എന്ന് പറയും. ദെൻ ഫോൾ, ഓട്ടമിനെ തന്നെയാണ്, അഥവാ ശരത്കാലത്തിനാണ് ഫോൾ എന്നും ഓട്ടം എന്നും പറയുന്നത്. ദെൻ സ്നീക്കേഴ്സ് വേഴ്സസ് ട്രെയിനേഴ്സ്, ഇങ്ങനെ ഒരേ കൺസെപ്റ്റിനെ തന്നെ പല വേർഡ്സ് യൂസ് ചെയ്യുന്നതും അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ളൊരു വ്യത്യസ്തതയാണത്. ദെൻ പ്രൊനൗൺസിയേഷൻ, distinctive vowel sounds. Example, the A in bath, R sound often pronounced after vowels, rhotic accent and different stress patterns in some words. ചില പ്രൊനൗൺസിയേഷൻ, സോ ഇതിനകത്ത് നോക്കേണ്ടത് പ്രൊനൗൺസിയേഷന് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബാത്ത് എന്നുള്ള ചിലർ ബാത്ത് എന്ന് ചിലർ ബെയ്ത്ത് എന്ന് പറയും, സെയിം പ്രൊനൗൺസിയേഷൻ. സോ അത്തരം കാര്യങ്ങളിലും വ്യത്യാസം വരാറുണ്ട്. ദെൻ ഗ്രാമറിലും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഗോട്ടൺ എന്ന് പറയും, പക്ഷേ ഗോട്ടൺ എന്നായിരിക്കും അതിനെ ബ്രിട്ടീഷിൽ പറയാം. ഇപ്പോൾ ബ്രിട്ടനിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഗെറ്റ് ഗോട്ടൺ എന്ന് പറയും, എന്നാൽ അമേരിക്കയിൽ അത് ഗെറ്റ് ഗോട്ടൺ എന്നാവാറുണ്ട്. സോ അതാണ് അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന RP ബ്രിട്ടനിൽ നിന്നും വരുന്ന ഒരു ഇംഗ്ലീഷാണ്. Then Indian English, influenced by various Indian languages, often characterized by a non-rhotic accent. സോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആറിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ എന്നുള്ളത് നമ്മൾ ആഫ്റ്റർ എന്ന് പറയും, കാർ എന്ന് പറയും. ആ ആറ് നമ്മൾ എന്ത് കാരണം കൊണ്ട് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഒരു ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇന്ത്യക്കാർ വരുത്തിയ മാറ്റങ്ങളാണത്. വേർഡ്സ് ലൈക്ക് ഷെഡ്യൂൾ ഓഫൻ പ്രൊനൗൺസ് വിത്ത് ഷ് സൗണ്ട്. സോ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് ഷ് പറയാറുണ്ട്. സ്കെഡ്യൂൾ എന്നല്ല നമ്മൾ പറയാം, ഷെഡ്യൂൾ എന്നായിരിക്കും പറയാം. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ വൊക്കാബുലറി, നമ്മൾ ഒരുപാട് വാക്കുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. സോ ജുഗാഡ്, ചായ് എന്നൊന്നും അവിടെ പറയത്തില്ല, നമ്മൾ ടീ എന്ന് പറയത്തില്ല, നമ്മളതിന് നമ്മുടെ വേർഡ് തന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാറുണ്ട്. ലാക്ക്, ക്രോറ്. സോ ലാക്കും ക്രോറും ഒന്നും അവിടെ യൂസ് ചെയ്യില്ല. മില്യണിലും മില്യൺസിലൊക്കെയാണ് അവരവിടെ സംസാരിക്കുക. ദെൻ നമ്മൾ ചില വാക്കുകൾ പുതിയതായിട്ട് തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ്, വെറും സൈലൻസ് അല്ല, പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു പിന്ന് താഴെ ഇട്ട് കഴിഞ്ഞാൽ. അമേരിക്കക്കാർ അല്ലെങ്കിൽ ബ്രിട്ടൻകാർ അങ്ങനെ ഒരു സൈലൻസിനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ദെൻ പ്രെപ്പ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ, എക്സാം ഫോർ എക്സാമിനേഷൻ, വലിയ വാക്കിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള 3-4 അക്ഷരങ്ങൾ എടുത്ത് വെച്ചിട്ട് പുതിയ വേർഡ് ഉണ്ടാക്കാറുണ്ട്. ദെൻ ഗ്രാമർ ഓർ സിൻടാക്സ് ക്യാൻ എക്സിബിറ്റ് ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജസ് സച്ച് ആസ് ദി യൂസ് ഓഫ് വലി ഓർ ഇറ്റ്സെൽഫ് ഫോർ എംഫസിസ്. നമ്മൾ ചില സമയത്ത് ഒള്ളി എന്ന് പറയുന്ന വേർഡ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഐ വിൽ കം ടുമോറോ ഒള്ളി, ഞാൻ നാളെ വരത്തുള്ളൂ എന്നുള്ളത് ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒള്ളി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ബാങ്കിൽ പോകുന്ന കാര്യം തന്നെ ആലോചിച്ച് നോക്കും, നമുക്കൊരു കാശ് വിഡ്രോ ചെയ്യണം, നമ്മൾ അവിടെയും ഒള്ളി എഴുതി വയ്ക്കാറുണ്ട്. സോ ഈ ഒരു ഒള്ളി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ്, നമ്മൾ പുതിയതായിട്ട് ചില ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഗ്രാജുവേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും പാസ് ഔട്ടായ ബാച്ചാന്ന് പറയുന്നത്. ദെൻ ഡൂ ദ നീഡ്ഫുൾ, ചില റിക്വസ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും പ്ലീസ് ഡൂ ദ നീഡ്ഫുൾ ആസാപ്പ് അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ എഴുതുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് പ്രത്യേകതകളാണ്. സോ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം, അവർ ആറിനെ എംഫസൈസ് ചെയ്ത് പറയുന്നത്, പല വേർഡ്സും ഇംഗ്ലീഷിലോട്ട് പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ പല രീതിയിലും ഇംഗ്ലീഷ് പല റീജിയനിലുള്ള വെറൈറ്റീസും പറയുന്നുണ്ട്. ഗ്രാമർ എല്ലാ സമയത്തും നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കൃത്യമായിട്ട് യൂസ് ചെയ്യാറില്ല. അടുത്തുള്ളൊരു ടോപ്പിക്കാണ് മദർ ടങ് ഇൻ്റർഫറൻസ്. മദർ ടങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ലാംഗ്വേജ് അഥവാ L1, നമ്മൾ ഏതാണോ നമ്മൾ ജനിക്കുന്ന ഭാഷ, നമ്മുടെയൊക്കെ ജന്മനാലുള്ള ഭാഷ എന്ന് പറയുന്നത് മലയാളമായിരിക്കും.
or language transfer refers to the influence of a speaker's native language on the learning and usage of a second language. So മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാതൃഭാഷ ഉണ്ടായിരിക്കുമല്ലോ, എന്നിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ഭാഷ പഠിക്കുവാണ്. ഈ പുതിയ ഭാഷ പഠിക്കുമ്പോൾ നമ്മുടെ മദർ ടങ് നമ്മൾ എങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മദർ ടങ്ങിൻ്റെ എന്തെല്ലാം ഇൻ്റർഫറൻസ് നമ്മുടെ ആ ഒരു ഭാഷാ പഠനത്തിനകത്ത് വരുന്നുണ്ടോ, അതിനെയാണ് മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലോട്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഇംഗ്ലീഷ് പഠിക്കുന്നത്. സോ ഇതിനെയാണ് മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഇൻഫ്ലുവൻസ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ആസ്പെക്ട് ഓഫ് ദി സെക്കൻഡ് ലാംഗ്വേജ്. പല രീതിയിലും നമ്മുടെ മദർ ടങ് നമ്മുടെ പുതിയൊരു ഭാഷ പഠിക്കുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊനൗൺസിയേഷൻ ഓർ ആക്സെൻറ്റ്. The most common form of interference where sounds or intonation patterns from the mother tongue are carried over into English. For example, the speaker of a language with the th sound might substitute it with t or d. So, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അക്ഷരങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും പഠിക്കാൻ പാടുള്ളൊരു ഭാഷ കൂടെയാണ് മലയാളം. സോ നമുക്ക് ഇത്രയും അക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. നമുക്ക് ഈ ഉണ്ട്, ഡ്, ട്, ഇറ്റ, കാറ്റ് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഈ TH എന്ന് പറയുന്നതിന് പകരം നമ്മളതിന് ട് എന്ന് പറയാനാണ്. ഇപ്പോൾ EARTH എർത്ത് എന്നാണ് പറയേണ്ടത്. നമ്മളതിന് എർത്ത്, കാരണം നമുക്ക് ഇത്തായുണ്ട്, അതുകൊണ്ട് നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഒരു സാധനം വരും. ഇതെല്ലാം നമ്മുടെ പ്രൊനൗൺസിയേഷനെ ബാധിക്കുന്നുണ്ട്. മലയാളം പഠിച്ച് മലയാളി ആയിട്ടുള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ പ്രൊനൗൺസിയേഷനിൽ പല വാക്കുകളും പറയാനായിട്ട് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. കാരണം തെറ്റിയായിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ദെൻ വൊക്കാബുലറി ഓർ ലെക്സിക്കൽ ട്രാൻസ്ഫർ. ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് മൈറ്റ് നോട്ട് ഹാവ് ദ സെയിം മീനിങ് ഓർ നാച്ചുറൽ യൂസേജ് ഇൻ ഇംഗ്ലീഷ്. സോ ചില സമയത്ത് നമ്മുടെ ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. നമുക്ക് അറിയുന്ന ഒരു മലയാളം വേർഡ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിലോട്ട് അങ്ങോട്ട് ആക്കുക. സോ ഇപ്പോൾ ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ് തുറക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മലയാളത്തിൽ ഓപ്പൺ ദി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സാധനം ഇല്ല. ടേൺ ഓൺ ദ ലൈറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ഗ്രാമർ ഓർ സിൻടാക്സ്. അപ്ലൈയിങ് ഗ്രാമർ റൂൾസ് ഓർ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഫ്രം ദി മദർ ടങ് ടു ഇംഗ്ലീഷ്. ഫോർ എക്സാമ്പിൾ, വേർഡ് ഓർഡർ മൈറ്റ് ബി ഇൻകറക്റ്റ് ഓർ സർട്ടൻ ടെൻസസ് മൈറ്റ് ബി മിസ്യൂസ്ഡ്. നമ്മൾ മലയാളത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യം അതുപോലെ ഇംഗ്ലീഷിലോട്ട് ആക്കി കഴിഞ്ഞാൽ തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു പുസ്തകം വായിക്കുന്നു, അതിനെ ഞാൻ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നുള്ളതായി, ഒരു എന്നുള്ളത് എ, പുസ്തകം എന്ന് പറയുന്നത് ബുക്ക്, വായിക്കുന്നു റീഡ്. എ ബുക്ക് റീഡ് എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ അതെങ്ങനെയാണ് വരിക? റീഡ് എ ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള വാക്കുകളെല്ലാം കറക്റ്റായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു സിൻടാക്റ്റിക് ഓർഡർ എന്ന് പറയുന്നത് വേറെയായിരുന്നു. ഒരു ഉദാഹരണം കൂടി നോക്കാം. എനിക്കൊരു ബാഗ് ഉണ്ട്, ഞാൻ പറഞ്ഞു ടു മീ എ ബാഗ് ഈസ്. അത് തെറ്റാണ്. എനിക്ക് എന്നുള്ളതിന് ടു മീ എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ എന്ന് എഴുതിയിട്ട് നമ്മൾ ആ മലയാളത്തിന് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും തെറ്റായിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. സോ ഐ ഹാവ് എ ബാഗ് എന്നുള്ളതാണ് അവിടെ വരിക. ഇനി അടുത്ത പോയിന്റിൽ വരുന്നതാണ് സെമാൻറ്റിക്സ്. മിസ്ഇൻ്റർപ്രറ്റിംഗ് ദ മീനിങ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് ബേസ്ഡ് ഓൺ ദെയർ ക്ലോസസ്റ്റ് ഇക്വലൻറ്റ് ഇൻ ദ മദർ ടങ്. നമ്മുടെ മദർ ടങ്ങിൽ പറയുന്ന വാക്കിന് നമ്മൾ അതുപോലെ എടുത്ത് വെച്ച് ഇംഗ്ലീഷിലോട്ട് യൂസ് ചെയ്ത് ശരിയാക്കാൻ നോക്കുന്നതാണ്. സോ ഇപ്പോൾ സ്റ്റേജിലോട്ട് ഞാൻ ഒരാളെ വിളിക്കുവാണ്, ഐ കോൾ യു ടു ദ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ ഐ കോൾ യു ടു ടോക്ക് എന്നൊക്കെ പറയുന്നത് മോശമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻവൈറ്റ് എന്നുള്ള ഒരു രീതിക്ക് സംസാരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയുന്ന വേർഡിൻ്റെ ഏതെങ്കിലും ഒരു വേർഡ് വെച്ച് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. ഇനി നമ്മൾ പറയും നമുക്ക് അസുഖം വന്നു, എനിക്ക് അസുഖം വന്നു എന്ന് പറയും. സിക്നെസ് കം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ തെറ്റാണ്. ഐ ഫെൽ സിക്ക് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് യൂസേജ്. ഇതൊന്നും വലിയ കാര്യമില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. മദർ ടങ് ഇൻഫറൻസ് കൊണ്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ: 1, പ്രൊനൗൺസിയേഷനിൽ തെറ്റ് വരും. 2, ഗ്രാമർ കറക്റ്റായിട്ടായിരിക്കില്ല നമ്മൾ എഴുതുക. 3, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മീനിങ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ വേർഡിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. 4, പ്രാഗ്മറ്റിക്സ്, ഡിഫറൻസ് ഇൻ ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ഡയറക്ട്നെസ്, പൊളൈറ്റ്നെസ് ഓർ ടേൺ ടേക്കിംഗ് ഇൻ കോൺവെർസേഷൻസ്. സോ എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫ്രേസസ് ആണ്. ഇപ്പോൾ ചില സമയത്ത് ചില ഇംഗ്ലീഷ് ഇഡിയംസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വരില്ല. ഇഡിയംസ് ആവട്ടെ, ഫ്രേസസ് ആവട്ടെ. ഇപ്പോൾ ബ്രേക്ക് എ ലെഗ്, നമ്മളതിൻ്റെ മലയാളത്തിൽ ആലോചിക്കുമ്പോഴത്തേക്ക് ഇത് എന്തുവാ, പോയി കാലിന് പൊട്ടിക്കാനോ അല്ലെങ്കിൽ കാലൊടിച്ചിട്ട് വരാനോ. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ.
ഒരു രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെന്താ മഴയത്ത് പട്ടിയും പൂച്ചയും നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിയ മഴയാണ് പെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പറയുന്നത് കൊണ്ടുള്ള കാര്യങ്ങളാണിത്. While mother tongue interference can lead to errors, it can also sometimes facilitate learning if there are similarities between the two languages. എന്നാൽ അതേസമയം രണ്ട് ലാംഗ്വേജ് തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും സാധിക്കും. സോ ഇപ്പോൾ മലയാളവും തമിഴും നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും തമിഴ് മൂവീസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് കുറേ വാക്കുകളും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് മദർ ടങ്ങിൻ്റെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് നേട്ടവും ആയിരിക്കാം. So, recognizing and addressing mother tongue interference is crucial for language learners to improve their fluency and accuracy in English. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മദർ ടങ് നമുക്കറിയുന്നതും വേറൊരു പുതിയ ഭാഷ പഠിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും എല്ലാ സമയത്തും നമ്മുടെ മദർ ടങ്ങിനെ മാത്രം ഓർത്തുകൊണ്ട് നമ്മളൊരു പുതിയ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഷ കൃത്യമായിട്ട് പഠിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ വാക്കിൻ്റെ അവസാനത്തെ ആറിന് പ്രൊനൗൺസ് ചെയ്യുന്നത് കുറച്ചാൽ തന്നെ നമ്മുടെ ഭാഷ ഏകദേശം കറക്റ്റാവും. സോ ഇപ്പോൾ വാട്ടർ, ഫാദർ, അങ്ങനെ തീരുന്ന സാധനങ്ങൾ. ഇപ്പോൾ കാറിന് നമ്മൾ കാർ എന്ന് കൊച്ചിലേ പഠിക്കുന്നതാണ്, കാർ എന്ന് പറയാതെ കാർ. ആദ്യമൊക്കെ നമുക്കിതെന്താ ഞാനീ പറയുന്നത് തോന്നുമെങ്കിലും കൃത്യമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഭാഷ ഓക്കെ വരും. സോ എപ്പോഴും നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻ്റർഫറൻസ് നല്ലതിനായിരിക്കില്ല. സോ അത്രേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക, എന്തൊക്കെ രീതിയിലാണ് മദർ ടങ് ഇൻ്റർഫറൻസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രൊനൗൺസിയേഷനിൽ, ദെൻ വാക്കുകൾ പഠിക്കുന്ന കാര്യത്തിൽ, ദെൻ ഗ്രാമർ ഓർ സിൻടാക്സ് പറഞ്ഞു, സെമാൻറ്റിക് മീനിങ്സ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി ഓർത്ത് വെച്ച് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. താങ്ക് യു.